ഈ ബീച്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ, അതായത് DRDOയുടെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കടൽ അപ്രത്യക്ഷമാവുന്നത് നേരിട്ട് കാണാനും കടൽ ഉൾവലിയുമ്പോൾ അടിത്തട്ടിലൂടെ നടക്കാനും വിചിത്രമായ കടൽ ജീവികളെ നേരിട്ട് കാണാനുമുള്ള അവസരമാണ് ലഭിക്കുന്നത്. അഗ്നി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പ്രധാന മിസൈലുകൾ പരീക്ഷിക്കുന്ന സ്ഥലമാണ് ചാന്ദിപൂർ. ചാന്ദിപൂർ ബീച്ചിനെ കുറിച്ചുള്ള മറ്റൊരു നല്ല കാര്യം അതിൻ്റെ അജ്ഞാതതയാണ്. ഇപ്പോഴും പലർക്കും ഇത് അജ്ഞാതമാണ്. പുരി അല്ലെങ്കിൽ കൊണാർക്ക് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് പോലും ഈ വിചിത്ര പ്രതിഭാസത്തെക്കുറിച്ച് അറിയില്ല. അതിനാൽ തന്നെ വലിയ ആൾത്തിരക്കുമില്ല ഇവിടെ. ചുറ്റുമുള്ള കാറ്റാടി മരങ്ങളും മണൽക്കൂനകളും ഈ പ്രദേശത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അതേസമയം ഇവിടുത്തെ കടൽ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ചെമ്മീനും മാവോലിയും ഭക്ഷണപ്രേമികൾക്ക് ഒരു വിരുന്നാണ്. സൂര്യോദയ സമയത്തോ സൂര്യാസ്തമയ സമയത്തോ ആണ് ചാന്ദിപൂർ ഏറ്റവും നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത്. വിശാലമായ മണൽപ്പരപ്പിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ മനോഹരമായ ദൃശ്യം ആസ്വദിക്കാനാകും. സന്ധ്യാനേരങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന വേലിയേറ്റങ്ങളും ആകാശവും നിറങ്ങളുടെ ഒരു ക്യാൻവാസായി മാറുന്നിടം. അപ്രത്യക്ഷമായും വീണ്ടും പ്രത്യക്ഷമായും കടൽ നമ്മളെ ഇവിടെ അത്ഭുതപ്പെടുത്തുന്നു. ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്ററും നാഷണൽ ഹൈവേ 5-ൽ ബാലസോറിൽ നിന്ന് 10 മുതൽ 15 കിലോമീറ്റർ അകലെയാണ് ചാന്ദിപൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ സന്ദർശിക്കുന്നതാണ് നല്ലത്. വിനോദസഞ്ചാരികൾക്ക് ഇവിടെ പ്രാദേശിക ഗസ്റ്റ് ഹൗസുകളിലും റിസോർട്ടുകളിലും രാത്രിക്ക് 700 മുതൽ 3000 രൂപ വരെ നിരക്കിൽ താമസിക്കാം. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം.